മിശിഹായിൽ പ്രിയ സഹോദരീ സഹോദരങ്ങളെ, മനുഷ്യൻ ദൈവത്തിന് അനുസരിക്കാതെ നിത്യനാശത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ കർത്താവായ ദൈവം തൻ്റെ ശിക്ഷയും വാഗ്ദാനവും നൽകിക്കൊണ്ടെന്നുള്ള വചനഭാഗമാണ് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 14-ാമത്തെ വാക്യം നമ്മളോട് അരുളി ചെയ്യുന്നത്. ദൈവമായ കർത്താവ് സർപ്പത്തോട് പറഞ്ഞു, ഇത് ചെയ്തതുകൊണ്ട് നീ എല്ലാ കന്നുകാലികളുടെയും വന്യമൃഗങ്ങളുടെയും ഇടയിൽ ശപിക്കപ്പെട്ടതായിരിക്കും. നീ മണ്ണിൽ ഇഴഞ്ഞു നടക്കും, ജീവിതകാലം മുഴുവൻ നീ പൊടി തിന്നും. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. ഇവിടെ ഈ വചനഭാഗം നാം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനമായ യേശുവിനെ നമുക്ക് നൽകിയ ദൈവത്തെ ഓർത്ത് നമുക്ക് നന്ദി പ്രകാശിപ്പിക്കാം. യേശു മാത്രമാണ് ഏക രക്ഷകനും വഴിയും സത്യവും ജീവനുമെന്നുള്ള സത്യം നമ്മൾ പ്രഖ്യാപിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുവാൻ നമ്മളെ ദൈവം യോഗ്യരാക്കുവാൻ വേണ്ടി നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ബ്രദർ തോമസ് ജോർജ് പാണാശ്ശേരി.